ഭാസ്കരൻ സാർ ഞാൻ അവിടെ ഉണ്ട് സാർ. ആ എടോ ഗോഴിയൊക്കെ ശരിയായി ശരിയായി സാർ. വണ്ടിയൊക്കെ ആ റൈറ്റർ ജോയ് എവിടെ? ജോയ് സാർ. അതെന്താ വെടിയടച്ചോ? അതെ സാർ. കാരണം ഇന്ന് എത്ര ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട്? 500 ഉണ്ട് സാർ. ഒരു 50 പേരെ കൂടെ നിർത്തിക്കുവോ? അരുമ്പോ കൂടുതലുള്ളതല്ലേ, മഴ കിട്ടിയല്ലേ. എന്താ ജാഗ്രത? ആ അപ്പൊ തമച്ചോ പിന്നെ കാണാൻ നമ്മുടെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണം. ഏറ്റെന്ന് ഭാസ്കര ബായൊക്കെ തന്നെ ചാക്കോച്ചോ അത് ഞാനിങ്ങ് എടുക്കുക. കുപ്പിയെ ചാക്കോച്ച ഇതായിട്ട് എന്താ ചെയ്യാൻ? ആ അപ്പൊ രാത്രി ഇറങ്ങുമോ? ഞാൻ ആ വെടിയറിച്ചൊക്കെ ശരിപ്പെടുത്തി വെക്കാം. നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ കൂടലെല്ലാം അവനവന്റെ വീട്ടിൽ. താൻ ഇപ്പൊ പോ. ശരി അപ്പൊ രാവിലെ കയറാം. വരട്ടെ. എന്താ കൊച്ചാ ഇയാൾക്ക് വീട്ടിൽ ഇരിക്കണമെന്നൊന്നുമില്ലേ? അയാൾ അങ്ങനെയാ. ഞാൻ തോട്ടത്തിൽ പോയാൽ എന്റെ കൂടെ പോയി. പിന്നെ വെടിയിറച്ചിയായി, മദ്യപാനമായി, മേളം. ആരാ അമ്മൂട്ടിയോ? ആ നായരെന്ന് കോളം കൊണ്ടാണല്ലോ. അമ്മൂട്ടിക്കുമാരോട് രാത്രി വീട്ടിലേക്ക് വാട്ടോ. വെടിയിറച്ചിയൊക്കെ ഉണ്ട്. അവനവിടെ കുട്ടപ്പൻ ഇത് കണ്ടില്ല. അവനെ വിളിച്ചു. അവിടെ തന്നെ കാണില്ലേ? പിന്നെ നീ ഏതാടി വെച്ചേ? ഞാനിവിടുത്തെ വേലക്കാരിയാ. ഓഹോ ഈ സാധനം വാങ്ങിച്ചാത്തുണ്ട്. നീ മേടിക്കൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ആളാ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മേ എന്നാടാ? അമ്മയുടെ നാര് വരുന്നുണ്ട്. അപ്പൊ അത് നിന്റെ ആരാടാ? അച്ഛനൊക്കെ പറയുന്നു. ആര്? അമ്മ. ഓ ജനാർദ്ദന നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനേ ഞാൻ പോകാം. കൊണ്ടുപോകാൻ ആളെ പറഞ്ഞുവിടാ. വന്നല്ലോ നന്നായി. ഞാനേ നല്ല വെടിയിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി 3:30 ഉണ്ണാൻ കാണുവേ. ഒന്ന് വേഗം കുളിച്ചൊരുങ്ങി. പ്രമീടെ കാണാൻ ഇന്നൊരു കൂട്ട് വരുന്നുണ്ട്. ആളുകളെ കൊണ്ട് പറയിക്കാതെ അച്ഛനാണെന്ന് പറഞ്ഞൊന്ന് ഇരുന്ന് കണ്ടാ മതി. അത്രയല്ലേ വേണ്ടു? നീ 200 രൂപ. ഞാൻ തരില്ല. നീ അരിക്കടി. ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ? നീ തരില്ല? അമ്മേ എനിക്ക് 300 രൂപ. നിനക്ക് എന്താണ് രൂപ? അച്ഛനെത്ര രൂപ? കുടിച്ചും കുടിപ്പിച്ചും ബാക്കി നിനക്കോട് പറയിക്കണ്ട. ഇതാ ഈ പരുവത്തിലെത്തിച്ചു. ഇനി ബാക്കി വെക്കണ്ട. ഇതൊക്കെ എത്ര തവണ നീ പറഞ്ഞിട്ടുള്ള? എടുത്തോളൂ, എല്ലാം എടുത്തോളൂ. വെച്ച് വിളമ്പല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. എന്നാലും കൊല്ലാൻ വരുന്നല്ലോ. മകളെന്നുള്ളത് വീടും പറമ്പും നിറഞ്ഞു നിൽക്കുക. വന്നതൊന്നും ഒത്തുവന്ന ആളോട് നിറയ്ക്കണ്ടേ? ആവിചാരമുണ്ടോ നിങ്ങൾക്ക്? 100 വേണം, 200 വേണം. അവളുടെ വേദന നിങ്ങൾക്കറിയും. അവളുടെ കണ്ണീരും നിങ്ങൾക്ക് കാണണ്ട. മോളെ എഴുന്നേക്കടി. അവര് കാത്തിരിക്കുക. എത്ര തവണ ഞാൻ ഈ വേഷം കിട്ടിയത്. ഇനി ഇത് വേണോ അമ്മേ? അങ്ങനെ പറയാതെ മോളെ. എന്തു എനിക്കൊരു തോന്നൽ ഇത് നടക്കാനുള്ളതാ. ആരെങ്കിലും വരുമ്പോഴൊക്കെ അമ്മ ഇത് തന്നെയല്ലേ പറയാറ്. എനിക്ക് മടുത്തമ്മേ. അച്ഛൻ ധൃതി കൊടുക്കുന്നു. കാപ്പി കൊണ്ടേ കൊടുക്ക. കലാകാരന്മാരെ പണ്ടത്തെ കാലത്താണെങ്കിൽ സാധനം ഇഷ്ടപ്പെടുന്ന വിപണം കൊണ്ട് തീരും. ഇപ്പൊ അത് പോരല്ലോ. ആണും പെണ്ണും നേരിട്ടൊന്ന് സംസാരിച്ചോട്ടെ. രവീന്ദ്രനും അത് താല്പര്യം. അയ്യോ അതിന് ഒരു എതിർപ്പും ഇല്ല. എനിക്ക് പ്രമേളയെ ഇഷ്ടമായി. എന്നെ ഇഷ്ടമായി. ആ എന്തുവരെ പഠിച്ചു? BA പാസ്സായി. എന്നിട്ട് ഗ്രഹഭരണമാണ്. ടൈപ്പിനും ഷോർട്ട് ഹാൻഡിനും പോകുന്നുണ്ട്. ജോലിക്കാരിയാകാനായിരിക്കും. ശരി അപ്പൊ വരട്ടെ. കാണാം.
നക്ഷത്രങ്ങളും കൂടി സമ്മതിക്കുമോ എന്ന് നോക്കണം. ഓ അത് സാരമില്ലെന്നേ. നക്ഷത്രങ്ങളൊന്ന് അടുപ്പിച്ച് തീർത്താൽ നമുക്ക് കണിയാനോട് പറയാം. എന്താ? വിവരം ഞങ്ങൾ അറിയിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി വരട്ടെ. കൊച്ചാ നീ ഇവിടെ ആയിരുന്നു? എന്താ വേണ്ടതാവോ? വേണ്ടതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയാനോ? ഇവിടെ നിനക്ക് വിഷമങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണം. ഇല്ല മലയാളി. നീ വന്ന് ആ കടയിൽ പോയി 2 പാക്കറ്റ് വിൽസ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ അവളെ 2 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ പൊന്നെ. ഒരു പെണ്ണും ഒരാഴ്ച തികച്ചു ഇവിടെ നിൽക്കാറില്ല. പൈസ ഇല്ലേ? ഇനിയും വേണോ ഇതൊക്കെ? ഞാൻ എന്തോ ചെയ്തെന്ന്? നിങ്ങൾ എനിക്ക് 30 വർഷമായി പരിചയമാ. ഇനി എന്റെ മുമ്പിൽ ഈ കളിയൊന്നും വേണ്ട. അവളാണെങ്കിൽ ഒരുത്തനോട് പൊറുക്കുന്നവളുവാ. ആ അപ്പൊ പിന്നെ കൂടുതൽ സൗകര്യമായില്ലേ? എടി നീ പേടിക്കൊന്നും വേണ്ട. എനിക്ക് പഴയ പോലെ താല്പര്യമൊന്നും ഇല്ല. ഒട്ട് വയ്യാതാണ്. അത് നിനക്കറിയാൻ പാടില്ലേ? ഛേ, ആ നീ ഔട്ട് ഹൗസിന് താക്കോലിക്കണം. എന്തിനാ? അവരൊക്കെ വരാറായി. ഇനി ഇവിടെ എങ്ങാനും കൂത്താടിയാ മതി. അപ്പുറത്തേക്കും എടുക്കാൻ ഒക്കില്ല. എന്താ? ഒരാൾ വാടക ഉറപ്പിച്ച് താക്കോൽ വാങ്ങി പോയിട്ടുണ്ടെന്ന്. എന്താ? ഞെട്ടുകൊന്നും വേണ്ട. അതും ചെയ്യേണ്ടി വരും. കഴിഞ്ഞുകൂടാ ഇതും ഇതിലപ്പുറം ചെയ്യേണ്ടി വരും. ഉടനാടൻ പുഞ്ചയില്ല വിരയിതക ചെയ്തോ ഉടനാടൻ പുഞ്ചയില ചെയ്തോ 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 കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു വെണ്ണ കുയിലാലെ ചട്ടാറിന്റെ തളരിണ്ട നന്നെണ്ണ വേണം. അപ്പോഴേ അലിൻസ് ഒന്ന് ചോദിച്ചോട്ടെ, എന്തോ വേണം? അങ്ങനെ പറ. എന്തോ വേണം? വേണം. ആ കൊള്ളാം. എന്തോ വേണം? നിങ്ങൾക്ക് നാണമില്ലോ തള്ള ഈ കള്ളു ഷാപ്പിലെ പോലെ കറക്കച്ചോടം നടത്താൻ? മലയാളി ആ അവതരിച്ചന് പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? ജാനകി, ജാനകി, എന്താ? അവതരിച്ചൻ. പിന്നെ എന്തായ അവതരിച്ച? അവർക്ക് ഇഷ്ടപ്പെട്ടു. മകളല്ല, അച്ഛന്. എന്നോട് പറഞ്ഞു കലാകാരന്മാരെ, നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു വിവാഹം ഈ വീടിന്റെ പടി കയറില്ല. അതിന് ഞാനെന്തോ ചെയ്യുന്ന? ഒന്നും ചെയ്തില്ല. നാട്ടുകാർ പറയുമ്പോ കേട്ടാ മതി. എടാ പോകില്ലേ, വരുന്നവരൊക്കെ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത്? അവർക്ക് പെണ്ണയല്ലേ വേണ്ടത്. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മകളായി ജനിച്ചത് അവളുടെ കുഴപ്പം ഇല്ല. താൻ എന്റെ വാങ്ങിട്ടാ പോകും. എന്റെ പൊന്നെ, ഞാൻ ഒരു ഇടക്കാരനാ. പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കാം. ജാനകമ്മേ, ഇതും നടക്കി. ഇനി ഒരു ആലോചന കൊണ്ട് ഞാൻ വരികയില്ല. ഇടക്കാരനാണ് പോലും ഇടക്കാരൻ. എനിക്കറിയാടോ എന്നെ മാല കെട്ടിക്കാൻ.
ഇതൊരു പട്ടിക്കാടാണെന്ന് തോന്നുന്നല്ലോ. വായ ഓടിക്കാൻ സാധനങ്ങൾ ഇറക്കി വെക്കണം. എടവരെ ഒന്നിങ്ങോട്ട് വന്നാട്ടെ. സാറേ നല്ല കൊലയുള്ള തെങ്ങുകളാണല്ലോ. ഇതന്നെ ഏർപ്പാടാ സാറേ, നടന്ന് അടപ്പണതല്ലേ? സാറേ ഇത് ഭാർഗവി നിലയോ മറ്റോ ആണോ? മതിയടാ മതിയടാ. അല്ല കണ്ടപ്പോ തോന്നിയാണ്. എന്നാ ഇടനാടാ ഇത്? ആ വന്നോ? എടാ മോനെ ആ ഔട്ടോസിലേക്ക് ഒന്ന് അമ്മയും അവൻ വരും വരും. അതങ്ങോട്ടോ വെച്ചേ. സൗകര്യങ്ങൾ ഇതെല്ലാം പോരെ? ഓ ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. തനിച്ചോ? ഞാനും ഉണ്ടമ്മച്ചി. ആഹാരമൊക്കെ പാകം ചെയ്യാൻ അമ്മ കൂടെ അയച്ചതാ. ഞാൻ വെറും അടുക്കളക്കാരൻ മാത്രമല്ല, സാറിനൊരു കൂട്ടും കൂടിയാ. ചെറുക്കൻ കൊള്ളാമല്ലോ. അമ്മച്ചി ചെക്കനല്ല വക്കൻ. വെറും വെക്കനല്ല, ചക്കര വെക്കൻ. ഞാൻ പോയി കുറച്ച് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അയ്യോ അതൊന്നും വേണ്ട, കാപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കണം. ഇതിനെ കുറച്ച് വെള്ളം കോരിട്ടെ. എന്തിനാ? കുളിക്കാൻ. അയ്യോ അപ്പൊ ഇവിടെ പൈപ്പ് വെള്ളമൊന്നുമില്ലേ? ഇല്ല. ആകപ്പാടെ തെണ്ടിപ്പോകുന്ന ലക്ഷണമാണല്ലോ. വെള്ളവും കോരണം. ആ കോരണം. പിന്നെ നീ ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നത് ചേട്ടാ? ഇതെന്തോന്ന് കല്ല സാറേ, ഒരു മാതിരി കോഴ കൊള്ളാന്നിരിക്കുന്നു. നീ സമ്മതിക്കില്ല. നീ എന്നെ വാങ്ങിച്ചണ്ടേ പോ. ബാലേന്ദ്രനത്തെ ഇങ്ങ് വൈക്കത്തേക്ക് പോരാൻ കാരണം തന്നെ നടത്തപ്പോ എവിടെ നിന്ന് തുടങ്ങാമെന്നായി ആലോചന. ഒന്ന് കൂവി തെളിയണമല്ലോ. പലരും അഭിപ്രായപ്പെട്ടത് ഇവിടെയാണ്. തരക്കേടൊന്നുമില്ല, സിവിൽ കേസുകളാണ് അധികവും. ശ്രദ്ധിച്ചു നിന്നാൽ പിഴച്ചു പോവാം. പിഴയ്ക്കുകയും വേണം, പഠിക്കുകയും വേണം. പിഴ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, തെറ്റ്. അത് പറ്റാതെ സൂക്ഷിച്ചാൽ മതി. ആ ഞാനാണ് നിങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. പേര് ബാലേന്ദ്രൻ. എന്താ പേര്? പ്രമീള. ഞാനൊരു അഡ്വക്കേറ്റാണ്. അത് വേഷം കണ്ടപ്പോ മനസ്സിലായി. പുതിയ സ്ഥലമല്ലേ, വക്കീലാണെന്ന് 4 പേര് അറിഞ്ഞാലല്ലേ വല്ല കേസുകളും കിട്ടും. അമ്മച്ചി ഇതടുത്താണ് തയ്യക്കടയുണ്ടോ? എന്തിനാടാ? സാറിന്റെ വക്കീൽ കളസം വേലിയിലൊടക്കി കീറിപ്പോയി. അത് തയ്പ്പിക്കാനാ. സാറിനാളെ കേച്ചേരി ഇട്ടോണ്ടുള്ളതാ. എന്നതാടാ? കേച്ചേരിയില്. കച്ചേരി മോളെ പ്രേമേലെ, നീ അത് തയ്ച്ചു കൊടുത്തേ. അമ്മച്ചി ഇത് കൊത്തച്ചക്കാണല്ലേ? നിന്റെ ഒരു കൊത്തച്ചക്ക വേണേ ഞാൻ ചേട്ടൻ എടുത്തോടെ ഇറക്കാം. ബാലേന്ദ്രനോ? സർപ്രൈസ്. ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു. ബുദ്ധിമുട്ടോ? ഞാൻ ചെയ്യേണ്ടതല്ലേ?
എന്തു പറ്റി കാലിന്? ടേബിളിൽ തട്ടി. നോക്കി നടന്നൂടെ? ഇന്റർവ്യൂ കഴിഞ്ഞോ? ഉവ്വ്, കാലത്ത് വന്ന് കഴിഞ്ഞതാ. ഞങ്ങള് കുറെ പേരെ വിളിച്ച് രണ്ടാമത് ഇന്റർവ്യൂ ആയിരുന്നു. ആ, എങ്കിൽ സെലക്ഷൻ കിട്ടുന്ന കാര്യം ഉറപ്പാ. നോക്കൊന്നും വേണ്ട. മുതലാളി പക്ഷെ രാഘവൻ എവിടെ? ലോറിയെ തീരുമാനിച്ച് പോയിരിക്കുക. ഓഹോ. ഈ ഭിത്തിയൊന്നും തേച്ചിട്ടില്ലല്ലേ? ശരി, നമുക്ക് തേപ്പിച്ചേ. വെച്ചേ, നിന്നെ കണ്ടപ്പോ പോലെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം നിന്നോട്. സാധാരണ എനിക്കങ്ങനെ ആരോടും തോന്നാറുള്ളതല്ല. വക്കീൽ സാറോ? വരവുണ്ടായിട്ട് ഇരിപ്പാ. അകത്തേക്ക് കയറാം. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ആഹാ, എന്നാ ഇരിക്കണ്ട. കാര്യം പറഞ്ഞ ഉടനെ അങ്ങ് വയ്ക്കൂ. അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ചില കാന്താരിമുള കടിക്കുന്ന പോലെ. അവിടെ ഇരിക്കടാ. ഓ, ഗൗരവത്തിലാണല്ലോ. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പുറപ്പെടാനിരിക്കായിരുന്നു. എന്താണോ കാര്യം? നിന്റെ അമ്മാവൻ എനിക്ക് സ്വൈരം തരുന്നില്ല, അറിയാവോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും താമസിപ്പിച്ചു. ഇനി കല്യാണം നീട്ടിക്കൊണ്ട് പോകാൻ വയ്യെന്ന്. എടാ, അമ്മണിക്ക് വേറെ ആലോചനകൾ വരാഞ്ഞിട്ടൊന്നും അല്ല, നിന്നെ മതിയെന്നാ അവക്ക്. എന്താണോ നിനക്ക്? ഞാൻ വന്നത് അമ്മയെ കൊണ്ടുപോകാൻ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് വരാടാ. അതുവരെ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കണ്ടേ? ആ വക്കൻ ചെറുക്കൻ എവിടെ പട്ടണിക്കിട്ട് കൊല്ലുക. കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്ക് ഭാര്യയും കൊണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് അമ്മ അന്വേഷിച്ചോ? ശരിയാ, അമ്മ വരാവിടാ. ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്. അതവിടെ വരുമ്പോ പറയാം. ഇതാണോടാ നിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഇതിനാണോ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? മതിയടാ നിന്റെ വക്കീൽ പണി, ഇവിടുത്തെ താമസം. അത് ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് അവളെ ഇഷ്ടമാണ്. അമ്മ ഒന്ന് കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. കണ്ടിട്ട് ഞാനങ്ങ് സമ്മതിച്ചിരണം അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അമ്മ പറയുന്നുള്ളൂ ഞാൻ കേൾക്കും. മോളെ, എത്ര നേരമായി നീ ഇങ്ങനെ നിൽക്കുന്നു? ഇങ്ങോട്ടിരുന്നേ. വേണ്ടമ്മേ, ഞാനിവിടെ നിന്നോളാം. സാരമില്ല മോളെ, വന്നേ. മോളെ, ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്ന് അറിയാവോ?
എനിക്ക് നിന്നെ ഇഷ്ടമാവരുത്. അതിനുവേണ്ടിയാ എന്റെ ആഗ്രഹം. ബാലു എന്റെ ആങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു. അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു, നിന്നെ കണ്ടു. നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി. കാപ്പി കുടിക്കായിരുന്നു. വരുമോളെ. അമ്മ എന്താ അവളോട് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ നിന്റെ അമ്മാവനോട് എന്താ പറയാ? കേട്ടോ രോഹിണിയമ്മേ, ഇവിടെ കല്യാണാലോചനമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. വന്നിട്ടുള്ള ചെറുക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം, കുടുംബ മാഹാത്മ്യം, ഇതൊക്കെ അറിയണ്ടേ? എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടൂ. ബാലേന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് ആ കുടുംബ മാഹാത്മ്യം, ആ സ്വഭാവം, ആ നടപ്പ്, എല്ലാറ്റിലും ഉണ്ടത്. ആ നടപ്പിലും എടുപ്പിലും എല്ലാം. അയ്യോ മതി. ആ അപ്പോ രോഹിണിയമ്മേ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ പറ്റില്ല. കല്യാണ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ? അത് മാത്രമല്ല, കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ഒത്തുചേരലുണ്ടല്ലോ, പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേടാ മാറി. എടാ അമ്പലക്കാരെ, മൂട്ടിലരച്ചിട്ടും തീർന്നില്ലേടാ നിന്റെ കാമഭ്രാന്ത്? ഞാൻ തീർത്തു തരാം. അവിടെ ഇറങ്ങി വേടാ പട്ടി. എവിടാ അതിന്റെ തന്ത? പെണ്ണെ, ഞാൻ കള്ളടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഒച്ച കേൾക്കാൻ റെഡി. ചേച്ചിയെ കാണാൻ ഒരു കൂട്ടി വന്നിരിക്കകത്ത്. ആണോ? എങ്കിൽ അവരെ കൂടെ വിളിയടാ. അവർ കേൾക്കട്ടെ നിന്റെ തന്തയുടെ കുളവടിയാരം. ജനാർദ്ദനാ, പൊന്നു രാഘവ, ഒന്ന് ബഹളം വെക്കാതിരി. എന്താ അതിന് കാര്യം? എന്താ കാര്യമെന്നോ? ഇവിടെ ഇങ്ങോട്ട് അയച്ചതേ ഇവിടെ വീട്ടുകാരേക്കാ, അല്ലാതെ നിങ്ങളുടെ കെട്ടിയോന്റെ ഇവിടെ എന്തുണ്ടായി? ഇവിടെ അല്ല, എന്റെ വീട്ടില്. ഞാനില്ലാത്തപ്പോ കയറി വന്നിരിക്കുന്നു ഇവിടെ പിടിക്കാൻ. നീ ആരാടാ? നീ എന്താ ചെയ്യുന്ന? എന്നാടാ കൊണ്ടുവന്നിരിക്കുന്നു. നിനക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. അപ്പേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് പെണ്ണെടുക്കാൻ വന്നിരിക്കുക. ഈ തെണ്ടിയെ കണ്ടാ കുളിക്കണം. ഞാൻ നാടി നിന്റെ മോളെടുത്ത് ഇവിടെ പറയാൻ നിൽപ്പില്ലേ? നിന്നെ കാള കയറി പിടിക്കാൻ പാടില്ലായിരുന്നോ? മജി, ദാ താക്കോൽ.
ഇനി വേദനിച്ചിട്ട് എന്താ കാര്യം? നീ വിചാരമൊക്കെ ഒന്ന് മതിയാക്ക്. ചേച്ചി ഒരു കത്തുണ്ട്. ദാ. എന്താ മോളെ, ആരുടെ കത്താ? ബാങ്കിൽ നിന്നാ അപ്പോയിന്റ്മെന്റ് ഓർഡർ. തിങ്കളാഴ്ച ജോലി ചേർന്നു.